നമുക്ക് എഡിറ്റോറിയൽ നോക്കാം. റിസർച്ച് ഫസ്റ്റ്. ദ കമ്പൽഷൻ ടു പബ്ലിഷ് ഹാസ് ലെഡ് ടു പുവർ ക്വാളിറ്റി ഓഫ് റിസർച്ച്. അപ്പോൾ ഇന്നത്തെ എഡിറ്റോറിയൽ ഡീൽ ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യാസ് ഡോക്ടറൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് റിസർച്ച് സബ്മിഷൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട്, ആ ക്വാളിറ്റി ഡിഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ UGCൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ വന്നിരിക്കുകയാണ് ടു റിമൂവ് ദ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഓഫ് ഗെറ്റിംഗ് റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഇൻ പിയർ റിവ്യൂഡ് ജേർണൽസ് ബിഫോർ സബ്മിറ്റിംഗ് PhD തീസിസ്. അപ്പോൾ മാൻഡേറ്ററി ആയിട്ട് പണ്ട് ഈ പറഞ്ഞ റിസർച്ച് പേപ്പേഴ്സ് ജേർണൽസിൽ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം ആൾക്കാർ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജേർണൽസിൽ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്ത് എങ്ങനെയെങ്കിലും പണി തീർക്കുന്നത് പോലെ സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആക്ച്വലി അതെന്താണ് ചെയ്തത്, ക്വാളിറ്റി ഓഫ് ഡോക്ടറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിസർച്ച് ആസച്ച് അതിൻ്റെ ക്വാളിറ്റി ഡിഗ്രേഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനെ ആ പറഞ്ഞ കമ്പൽസീവായിട്ട് ഈ റിസർച്ച് പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ആ മാനദണ്ഡം ആരൊഴിവാക്കിയിരിക്കുകയാണ്? യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ ഒഴിവാക്കിയിരിക്കുകയാണ്. ഈ മാൻഡേറ്ററി സബ്മിഷൻ ഓഫ് റിസർച്ച് പേപ്പേഴ്സ് ഈ പറഞ്ഞ പാരാമീറ്റർ ഒഴിവാക്കിയത് കൊണ്ട് എന്ത് തരം വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്? അത് ക്വാളിറ്റി കൂട്ടുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ ആൾക്കാർ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജേർണൽസിൽ റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, ഒന്ന് ലാക്ക് ഓഫ് ടൈം. വലിയ ജേർണൽസിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ടൈം ലാപ്സ് വളരെ അധികം പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇൻസഫിഷ്യൻസി ഓഫ് സ്കോളർഷിപ്സ് ആൻഡ് സ്റ്റൈഫൻസ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റൈഫൻറ്റും അതുപോലെ തന്നെ സ്കോളർഷിപ്സും ഒരുപാട് കുട്ടികൾക്ക്, മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് അവൈലബിൾ ആണ്. അതും ഈ പറഞ്ഞ ഹറി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് തന്നെ തിടുക്കത്തിൽ ആ പറഞ്ഞ ജേർണൽസിൽ എങ്ങനെയെങ്കിലും സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുദ്ദേശിക്കുന്നത്. അതും ഈ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡീമെറിറ്റാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. ദ റിമൂവൽ ഓഫ് എ കമ്പൽസറി റിക്വയർമെൻറ്റ് ഈസ് ആൾസോ ഇൻ ലൈൻ വിത്ത് ഗ്ലോബൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുന്നത് കൂടി, ഈ മാനദണ്ഡം റിമൂവ് ചെയ്യുന്നതിൽ കൂടി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഗ്ലോബലി ഈ പറഞ്ഞ നിർബന്ധമായിട്ട് ഈ റിസർച്ച് പേപ്പേഴ്സ് ജേർണൽസിൽ പബ്ലിഷ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡും കൂടി നമ്മൾ അതിലേക്ക് വരികയാണ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ്റെ ഈ തീരുമാനത്തിലൂടെ. അപ്പോൾ UGC പോലുള്ള റെഗുലേറ്റർ എന്താണ് ചെയ്യുന്നത്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു റെഗുലേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു തീരുമാനം കൊണ്ട്? റെഗുലേറ്റർ ഹോപ്സ് ദാറ്റ് ബൈ റിമൂവിംഗ് ദ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് ക്രിയേറ്റ് എ മോർ കൺഡ്യൂസീവ് അറ്റ്മോസ്ഫിയർ സെൽഫ് മോട്ടിവേറ്റഡ് റിസർച്ച് സ്റ്റുഡൻസ്. അപ്പോൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം മതി എന്ത്, ഈ പറയുന്ന ക്വാളിറ്റി റിസർച്ചസ് അത് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ എന്താണത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിസർച്ച് ആസച്ച് അതിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം സെൽഫ് മോട്ടിവേറ്റഡ് സ്റ്റുഡൻസ് മാത്രമാണ് എന്ത്, ഈ പറഞ്ഞ പെയിൻ എടുത്ത് അവരുടെ ഒതൻറ്റിക് ആയിട്ടുള്ള റിസർച്ച് മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേർണൽസിൽ പബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. പക്ഷേ ഇതിന് കുറച്ച് കൺസേൺസ് ഉണ്ട്. ഇങ്ങനൊരു തീരുമാനം വന്നാൽ ഇതിൻ്റെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സ് വിൽ റിസൾട്ട് ഇൻ എ ഫർദർ ഡൈല്യൂഷൻ ഓഫ് ക്വാളിറ്റി ആസ് ദ വർത്ത് ഓഫ് എ റിസർച്ചർ ആൻഡ് യൂണിവേഴ്സിറ്റീസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ആൻഡ് സൈറ്റഡ് വിത്ത് ഫണ്ടിങ് ആൾസോ ഡിപ്പെൻഡൻറ്റ് ഓൺ സച്ച് ബെഞ്ച് മാർക്സ്. അപ്പോൾ ഒന്ന് ഇതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു റെഗുലേഷൻ കൊണ്ടുവന്നാലും കൂടുതൽ ഡൈല്യൂട്ട് ആവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എപ്പോഴും ഒരു വർത്ത് ഓഫ് ദ റിസർച്ചിൻ്റെയോ അല്ലെങ്കിൽ റിസർച്ചറുടെയും കഴിവ് എന്ന് പറയുന്നത് ഇത്രയധികം പേപ്പർ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പാരാമീറ്ററിലാണ് ഇപ്പോഴും അളക്കുന്നത്. മാത്രമല്ല ഫണ്ടിങ്ങും എന്തിൽ ഡിപ്പെൻഡൻ്റ് ആണ്, ഈ പറഞ്ഞ നമ്പർ ഓഫ് റിസർച്ച് പേപ്പർ സബ്മിറ്റഡ് ഇൻ ജേർണൽസ് എന്നാണ്. അപ്പോൾ അതും നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആസ് സച്ച് ഇങ്ങനൊരു മെഷർ എടുക്കുമ്പോൾ, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു മെഷർ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? കുട്ടികളുടെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, അതുപോലെ തന്നെ സ്റ്റൈഫൻഡ് അല്ലെ മറ്റ് സ്കോളർഷിപ്പ് ഒന്നും ഇല്ലാത്തത് കാരണം കുട്ടികൾ പെട്ടെന്ന് ഈ പറഞ്ഞ PhD തീസിസ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനും അതുപോലെ തന്നെ PhD ഡോക്ടറേറ്റ് കിട്ടാനും വേണ്ടി ഈ റഷ് അല്ലെങ്കിൽ ഹറി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ്, ഈ പറഞ്ഞ റെഗുലേഷൻ ബാക്ക് ഫയർ ചെയ്യും. കാരണം ഫർദർ ഡൈല്യൂഷൻ ഓഫ് ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്ത് വേണം ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ റെഗുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്ന് എഡിറ്റോറിയൽ അനാലിസിസ് പറയുന്നു.